നാദം, തനിമയുടെ രാഗം, കനവിലൊരു നാളം. പ്രകാശനായ പ്രകാശിക മലങ്കരദർശൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ വചന ധ്യാനത്തിനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദവചനം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 6-ാം അധ്യായം 14-ാമത്തെ വാക്യമാണ്. ഗലാത്യർ 6:14. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. പ്രാർത്ഥി. സ്നേഹത്തിൻ്റെ മുഖം ഞാൻ കണ്ടു കാൽവറി മലമേ, ദൈവസ്നേഹത്തിൻ്റെ നിറം ഞാൻ കണ്ടു കാൽവറി മലമേ, ത്യാഗത്തിൻ്റെ ധ്വനി ഞാൻ കേട്ടു കരുണയിൻ മുഖം കണ്ടു കാൽവറി മലമേലന്ന കാൽവറി മലമേൽ സ്നേഹത്തിൻ്റെ മുഖം ഞാൻ കണ്ടു കാൽവറി മലമേൽ, ദൈവസ്നേഹത്തിൻ്റെ നിറം ഞാൻ കണ്ടു കാൽവറി മലമേൽ. കരുണാമയനായ കർത്താവേ, ഇന്നത്തെ തിരുവചനാധ്യാനം ഞങ്ങൾക്കേറെ അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരണമേ. സംസാരിക്കുന്ന അടിയനോടുകൂടെ, പങ്കുവയ്ക്കുന്ന അടിയനോടുകൂടെ, കേൾക്കുന്ന ദൈവജനത്തോടുകൂടി അവിടുത്തെ സാന്നിധ്യത്താൽ നിറയ്ക്കണമേ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഇവിടെ പറയുകയാണ്, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തന്നെ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. തുടർന്ന് പറയുകയാണ്, അതിൻ്റെ 1, 22, 23 വാക്യങ്ങളിൽ പറയുന്നു, യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ, ക്രൂശിക്കപ്പെട്ട യേശുവിനെ പ്രസംഗിക്കുന്നു. ഈ വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ എല്ലാം ക്രൂശിക്കപ്പെട്ട യേശുവിനെ കുറിച്ചാണ്, ക്രൂശിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. എന്നാൽ ഈ വാക്യങ്ങൾ തമ്മിൽ ചില വ്യത്യാസങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കുറിവാക്യമായി വായിച്ച് കേട്ട വേദവാക്യത്തിൽ പറയുന്നു, എനിക്കോ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. ഒരു വ്യക്തിപരമായ അനുഭവമാണ്. മറ്റ് ഭാഗങ്ങളിലൊക്കെയും നാം കാണുന്നത് യഹൂദന്മാർ അടയാളം ചോദിക്കുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു, അല്ലെങ്കിൽ ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, ഓരോരോ വിഭാഗത്തിൽ ആണ് നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ഏറെ കാര്യങ്ങളിൽ പ്രശംസിപ്പാൻ വകയുള്ള ഒരു മനുഷ്യനാണ് വിളിച്ച് പറയുന്നത്, ഈ ക്രൂശിലല്ലാതെ, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല, അല്ലെങ്കിൽ ഇടവരരുത് എന്ന് പറയുന്നത്. ഒരു കാര്യം പറയട്ടെ, യഥാർത്ഥമായി ക്രൂശ് വഹിക്കുവാൻ അക്ഷരാർത്ഥത്തിൽ ആണെങ്കിലും എങ്ങനെയായിരുന്നാലും ക്രൂശിൻ്റെ അനുഭവത്തിലൂടെ പോകുവാൻ തയ്യാറായാൽ നാം പ്രശംസിക്കപ്പെടും. വേദപുസ്തകത്തിൽ തന്നെ ഉള്ള 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, വിശുദ്ധ കന്യകാമറിയാം പൂർണ്ണ ഗർഭിണിയായി ഒരു ചാർച്ചക്കാരത്തിയായ എലിസബത്ത് എന്ന അമ്മയെ കാണാൻ യഹൂദ്യ മലനാട് താണ്ടി പോവുകയാണ്.
അവിടെ പോകുമ്പോൾ വളരെ ബന്ധപ്പെട്ടാണ് പോകുന്നത്. ഈ വേദനയൊന്ന് പങ്കുവയ്ക്കണം. ലോകാപവാദം സഹിക്കുവാൻ സാധ്യമാകുന്നില്ല. അവിടെ ചെല്ലുമ്പോൾ അമ്മ പറയുന്നു, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാണ്, നിന്നുൽപ്പന്നമായിരിക്കുന്ന വിശുദ്ധ പ്രജയും അനുഗ്രഹിക്കപ്പെട്ടതാണ്. രണ്ടാമത് ഒരു വ്യക്തിയെക്കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നത് കുറേനക്കാരനായ ശിമോൻ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചാണ്. സന്ധ്യാസമയം വയലിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം ക്രൂശ് എടുക്കുവാൻ നിർബന്ധിക്കപ്പെടുകയാണ്. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ക്രൂശ് ചുമക്കുന്നതിനേക്കാൾ ഭാരം മനസ്സിലുണ്ടെങ്കിലും ഹൃദയത്തിലുണ്ടെങ്കിലും ക്രൂശിൻ്റെ ഭാഗമൊന്ന് താങ്ങിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ കുടുംബത്തെക്കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മക്കളായ അലക്സാണ്ടറും റൂഫോസും ഒക്കെയും ഈ സമൂഹത്തിലെ ഉന്നതമായ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നവരായി തീർന്നു എന്നുള്ളതാണ് നമുക്ക് വേദപുസ്തകത്തിൽ നിന്നും ചരിത്രത്തിൽ നിന്നും നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. അതായത് ക്രൂശ് എടുക്കുവാൻ നിർബന്ധിതരായി തീർന്നാലും ക്രൂശ് എടുക്കുവാൻ മനസ്സോടെ എടുത്താലും നാം അനുഗ്രഹിക്കപ്പെട്ടവരായി തീരും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നത്, അറിയുവാൻ, കേൾക്കുവാൻ, മനസ്സിലാക്കുവാനായി സാധിക്കുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് ഈ ക്രൂശിൽ പ്രശംസിക്കുവാനുള്ളത്? സാധാരണയായിട്ട് നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ക്രൂശ് എന്ന് പറയുന്നത് ദൈവാലയത്തിൻ്റെ അഗ്രത്തിൽ മുകളിൽ ദൈവാലയമാകുന്നുവെന്ന് അറിയിക്കുവാൻ വേണ്ടിയുള്ള കുരിശ്, അല്ലെങ്കിൽ ദൈവാലയത്തിനുള്ളിൽ സ്ഥാപിതമായിരിക്കുന്ന വിശുദ്ധ മദ്ബഹായിൽ സ്ഥാപിതമായിരിക്കുന്ന കുരിശൊക്കെയാണ് നമ്മുടെ മനസ്സിൽ കൂടെ കടന്ന് പോകുന്നത്. എന്നാൽ ക്രൂശ് എടുക്കുവാൻ നിർബന്ധിക്കപ്പെട്ട ഒരു സമൂഹമാണ് നാം. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതുമാണ് അതാണ് ലൂക്കോസ് സുവിശേഷത്തിൽ പറയുന്നത്, നാൾത്തോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്ന് കർത്താവ് തന്നെ പറയുകയാണ്. എന്നാൽ ഈ പൗലോസ് അപ്പോസ്തലൻ എന്തെല്ലാം കാര്യങ്ങളിലായിരുന്നു പ്രശംസിപ്പാനുള്ളത് എന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. അതിനായി ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, മറ്റാർക്കാനും ജഡത്തിൽ പ്രശംസിക്കാനുണ്ട് എന്ന് തോന്നിയാൽ എനിക്ക് അതിൽ അധികമുണ്ട്. പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയുകയാണ്, ഞാൻ ഗമാലിയേലിൻ്റെ പാദപീഠത്തെങ്കിൽ ഇരുന്ന് ന്യായപ്രമാണം അഭ്യസിച്ച വ്യക്തിയാണ്. അക്കാലത്ത് ഗമാലിയേൽ എന്ന ന്യായശാസ്ത്രി പണ്ഡിതനായ വ്യക്തിയുടെ പാദപീഠത്തെങ്കിൽ ഇരുന്ന് ന്യായപ്രമാണം പഠിക്കുവാൻ അവസരം കിട്ടുക എന്നുള്ളത് വലിയൊരു അതിശയകരമായ, വലിയ വിലമതിക്കത്തക്ക ഒരു കാര്യമാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ ഗമാലിയേലിൻ്റെ പാദപീഠത്തെങ്കിൽ ഇരുന്ന് തിരുവചനം പഠിച്ച വ്യക്തിയാണ്. രണ്ടാമത് പറയുന്നു, ഞാൻ 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവനാണ്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലുള്ള കാര്യമാണ് ഞാൻ വായിക്കുന്നത്. അവിടെ പറയുന്നു, ഞാൻ 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റ വ്യക്തിയാണ്. എന്താണ് 8-ാം നാളിലെ പരിച്ഛേദന? ദൈവം അബ്രഹാമിനെ വിളിക്കുമ്പോൾ അബ്രഹാമിനോട് പറയുന്നു, നിന്നിൽ നിന്നും 2 ജാതികൾ പുറപ്പെടും, മൂത്തവൻ ഇളയവനെ സേവിക്കും. ആരാണ് മൂത്തവനെന്നും ആരാണ് ഇളയവനെന്നും എങ്ങനെ ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെട്ടു എന്നുള്ളതൊക്കെ നമുക്ക് തിരുവചനത്തിൽ നിന്ന് തന്നെ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 8-ാം നാളിലെ പരിച്ഛേദന നമ്മുടെ സഭയിൽ നിന്ന് ശിശുസ്നാനമൊക്കെ സ്വീകരിച്ചിരിക്കുന്നത് ആ ഒരു കാര്യത്തിൽ നിന്നും ആകുന്നുവല്ലോ. അതുകൊണ്ട് ദൈവം ഒരു ഇസ്ഹാക്കിന് നൽകിയ ഉറപ്പിച്ച നിത്യ നിയമമാണ് 8-ാം നാളിലെ പരിച്ഛേദന. നമുക്കറിയാം, ഇസ്രായേൽ ജാതിക്കാരനാണ്. 3-ാമതായിട്ട് പറയുന്നു, ഞാൻ ഇസ്രായേൽ ജാതിക്കാരനാണ്. അബ്രഹാമിന് ദൈവം നൽകിയ വാഗ്ദത്തമാണ്, നിന്നിൽ നിന്നും 2 ജാതികൾ പുറപ്പെടും എന്നുള്ളത്. എന്നാൽ ആരാണ് ഇസ്രായേൽ എന്ന് നാം ചിന്തിക്കുമ്പോൾ രൂപാന്തരപ്പെട്ട യാക്കോബാണ് ഇസ്രായേൽ. വേദപുസ്തകത്തിൽ ദൈവത്തോട് ചേർത്ത്, പഴയ നിയമത്തിൽ നാം നോക്കുമ്പോൾ ദൈവത്തോട് ചേർത്ത് പറയപ്പെടുന്ന, ഏറ്റവും കൂടുതൽ പറയപ്പെടുന്ന ഒരു പേരാണ് യാക്കോബ് എന്നുള്ളത്. അത് വഞ്ചകനെന്നോ ഉപായി എന്നോ ചതിയനെന്നോ അങ്ങനെയൊക്കെയുള്ള പേരുകൾ അറിയപ്പെടാം എങ്കിൽ പോലും അദ്ദേഹം പറയുന്നു, യാബോക്ക് നദീ തീരത്തെ ദൈവത്തിൻ്റെ പാദപീഠത്തെങ്കിൽ പറയുന്നു, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. അതായത് ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ പിടിച്ച് വാങ്ങിച്ച വ്യക്തിയാണ് യാക്കോബ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിലും പ്രശംസിക്കുവാനായിട്ട് ഉണ്ട്. ആരാണ് ഇസ്രായേൽ എന്നുള്ളതാണ് പറഞ്ഞത്. രൂപാന്തരപ്പെട്ട യാക്കോബാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. വീണ്ടും പറയുന്നത്, ഞാൻ ബെന്യാമീൻ ഗോത്രക്കാരനാണ്. ആരാണ് ബെന്യാമീൻ ഗോത്രം? വാഗ്ദത്ത നാട്ടിലെത്തിയതിന് ശേഷം ഉള്ള സന്തതിയാണ് ബെന്യാമീൻ. ശൗൽ രാജാവ് ബെന്യാമീൻ ഗോത്രത്തിൽപ്പെട്ട വ്യക്തി ആയിരുന്നു. വീണ്ടും പറഞ്ഞ, എബ്രായിൽ നിന്ന് ജനിച്ച എബ്രായനാണ്. വില കൊടുത്തു വാങ്ങിയ പൗരത്വമല്ല, യഥാർത്ഥമായിട്ടുള്ള ഒറിജിനൽ എബ്രായൻ തന്നെയാണ് ഞാനെന്ന് പറയുന്നു. ന്യായപ്രമാണം സംബന്ധിച്ച് പരീശനാണ്. ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവനാണ്.
ഒടുവിൽ പറയുന്നു, എങ്കിലും ഞാൻ ഇതൊക്കെയും 7-ാം വാക്യത്തിൽ പറയുന്നു, ഫിലിപ്പിയ ലേഖനം 3:7 വാക്യത്തിൽ പറയുന്നു, എങ്കിലും ഞാൻ ഇതെനിക്ക് ലാഭമായിരുന്നതൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അതിൻ്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ വീണ്ടും പറയും, ഞാൻ ക്രിസ്തു നിമിത്തം ഇതെല്ലാം ചപ്പെന്നും ചവറെന്നും എണ്ണുന്നു. എന്തുകൊണ്ടാണ് ഈ ക്രൂശിൽ ആശ്രയിക്കുവാനും ക്രൂശിൽ വിലമതിക്കുന്നതും ക്രൂശിനെ ഏറ്റവും ഹിതകരമായുള്ള കാര്യമാണെന്നും ക്രൂശിൽ അഭയം പ്രാപിക്കുവാൻ സാധിക്കുന്നത് അത് മാത്രമാണെന്നും ഒക്കെയും അപ്പോസ്തലൻ വിളിച്ചു പറയുന്നത് നോക്കുമ്പോൾ, എന്തിനാണ് ഇതെല്ലാം ചപ്പെന്നും ചവറെന്നും എണ്ണുന്നത് എന്ന് നാം ചിന്തിക്കുമ്പോൾ നാം ചിന്തിക്കണം, ഇതിലെന്തോ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതിലധികമായിട്ടുള്ള നന്മകളുണ്ട്. പൗരത്വവും അദ്ദേഹത്തിൻ്റെ പ്രൗഢിയും അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസവും അദ്ദേഹത്തിനുണ്ടായിരുന്ന എല്ലാ അറിവുകളും ഒക്കെയും ത്യജിച്ച് ഈ ദൈവത്തിൽ ആശ്രയിക്കുവാൻ, ഈ ക്രൂശിലല്ലാതെ പ്രശംസിക്കുവാൻ ഒന്നുമില്ല എന്ന് പറയുവാൻ കാരണം നമുക്ക് ഒന്ന് നോക്കാം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തന്നെ എഴുതിയതാകുന്നവരല്ലോ റോമാലേഖനം. റോമാ സഭയ്ക്ക് എഴുതുമ്പോൾ അതിൻ്റെ 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ പ്രകാരമാണ് പറയുന്നത്, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ളതിൻ്റെ സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ഒന്നാമത് ഞാൻ പറയട്ടെ, എന്തുകൊണ്ടാണ് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഈ ക്രൂശിൽ ഞാൻ പ്രശംസിക്കുന്നു എന്ന് പറയുവാനുള്ള ഒന്നാമത്തെ കാരണം അദ്ദേഹം തന്നെ പറയുകയാണ്, ഞാൻ പാപിയായിരുന്നപ്പോൾ ക്രിസ്തു എന്നെ വീണ്ടെടുത്തു. ഞാൻ പാപിയായിരുന്നപ്പോൾ, ഞാൻ നല്ലവനായിരുന്നപ്പോഴല്ല. ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് നട്ടുച്ച സൂര്യനെ വെല്ലുന്നതായ ഒരു പ്രകാശം അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ മുഖത്തെ അടിക്കുമ്പോൾ, നീ ആരാകുന്നു എന്ന് ചോദിക്കുന്നു. അപ്പോൾ അതിന് ഉത്തരവും ലഭിക്കുന്നു, നീ ഉപദ്രവിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ. ആ ക്രിസ്തുവിനെ പിൻപറ്റുവാനുള്ള അധികാരപത്രം ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. തിരുസഭയെ മുടിച്ചു കളവാൻ, നഷ്ടപ്പെടുത്തി കളയുവാൻ, ഇല്ലായ്മ ചെയ്യുവാനായി പുറപ്പെട്ട ഒരു വ്യക്തി പറയുകയാണ്, ഞാൻ അവിടെ കാണുന്നത് സ്നേഹത്തിൻ്റെ പ്രദർശനശാലയാണ്. കാൽവറി കുന്ന് എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ പ്രദർശനശാലയാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് നാം നോക്കുമ്പോൾ, സാധാരണയായി നമ്മുടെ കഷ്ടാനുഭവ ആഴ്ചയിൽ ആ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ദുഃഖവെള്ളിയാഴ്ച ധ്യാനത്തിനായി നാം ഉപയോഗിക്കുന്ന ഒരു ഭാഗമാകുന്നുവല്ലോ വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം, അതിൻ്റെ 23-ാം അധ്യായം, അതിൻ്റെ 39 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, തൂക്കിയ ദുഷ്പ്രവൃത്തിക്കാൽ ഒരുവൻ, 39-ാം വാക്യം പറയുന്നു, നീ ക്രിസ്തുവല്ലയോ, നിന്നെ തന്നെയും രക്ഷിക്കുക, ഞങ്ങളെയും രക്ഷിക്കുക. ആ വേദന കൊണ്ട് കടിച്ചമർത്തുവാൻ വയ്യാത്ത വ്യഥയിലായിരിക്കുമ്പോൾ നമുക്കറിയാം, 3 ചെറുപ്പക്കാർ വേദന അനുഭവിക്കുകയാണ്. കാൽവറി കൂന്നിലെ 3 കുരിശുകളിൽ ഒരുവൻ പാപികൾക്കായി മരിക്കുന്നു, ഒരുവൻ പാപമേറ്റുപറഞ്ഞ മരിക്കുന്നു, ഒരുവൻ പാപത്തിൽ മരിക്കുന്നു. വേദപുസ്തകം ഇടത്തെ കള്ളനെന്നോ വലത്തെ കള്ളനെന്നോ ഒന്നും പഠിപ്പിക്കുന്നില്ല എങ്കിൽ തന്നെയും അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും, നാം പറയുന്ന ഇടത്തെ കള്ളൻ പറയുകയാണ്, നീ ക്രിസ്തുവല്ലയോ, നിന്നെ തന്നെയും രക്ഷിക്കുക, ഞങ്ങളെയും രക്ഷിക്കുക. സൂര്യൻ ഉദിച്ച് വരുമ്പോൾ 2 പ്രക്രിയകളാണ് നമുക്കവിടെ പ്രധാനമായും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ചെളി അല്ലെങ്കിൽ ചെള്ള സൂര്യൻ്റെ താപം കൊണ്ട് അല്ലെങ്കിൽ ചൂട് കൊണ്ട് അത് കട്ടയായിത്തീരുന്നു. എന്നാൽ ഒരു ഐസ് കട്ട സൂര്യൻ്റെ വെളിച്ചത്തിൽ പ്രകാശത്തിൽ വെയിലിൽ വെച്ചാൽ അത് അലിഞ്ഞ് ഇല്ലാതെയായിത്തീരുകയാണ്. ഒരേ സംഭവം തന്നെയാണ് നടക്കുന്നത്. എന്നാൽ ഇവിടെ നാം കാണുന്നത് 2 കാര്യങ്ങളാണ്. ഒരു സംഭവം കൊണ്ട് തന്നെ 2, നമുക്കറിയാമല്ലോ, എന്തെങ്കിലും ഒരു ദുർഘടന നടക്കുമ്പോൾ തന്നെ 2 അഭിപ്രായങ്ങൾ നമുക്ക് കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് വാർത്താമാധ്യമങ്ങളിലൊക്കെ കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ കാണുകയാണ്, ലോകത്തിൻ്റെ സൂര്യനായ നീതി സൂര്യനായ കർത്താവായ യേശു ക്രിസ്തു പാപികളായ മനുഷ്യർക്ക് വേണ്ടി ആ കാൽവറി കുന്നിൽ മരിക്കുമ്പോൾ അത് ഉയർത്തെഴുന്നേൽക്ക് വേണ്ടിയുള്ള മരണമായിരുന്നു നമുക്കറിയാം. എന്നാൽ അവിടെയും യേശുവിനെ നിന്ദിക്കുന്ന ഒരു വ്യക്തിയെ നമുക്കവിടെ കാണുവാൻ സാധിക്കും. അപ്പോൾ അവനോടുകൂടെ കൊല്ലുകയും അല്ലെങ്കിൽ അതിനോടുകൂടെ ദുഷ്പ്രവൃത്തികളൊക്കെ ഏർപ്പെട്ടിരുന്ന ആ വ്യക്തി തന്നെ പറയുകയാണ്, നീ ക്രിസ്തുവല്ലയോ, നിന്നെ തന്നെയും രക്ഷിക്കുക, ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുകയാണ്, സഹോദര, നാം സമശിക്ഷാവധിയിലായിട്ടും നാം ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ എന്നുള്ളതാണ് പറയുന്നത്. 40-ാം വാക്യത്തിലാണ് അവിടെ പറയുന്നത്, സമശിക്ഷാവധിയിൽ തന്നെയായിട്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ. ഏത് പാപിയെയും വ്യത്യസ്തനാക്കുന്നതാണ് കാൽവറിയിലെ ക്രൂശ് എന്ന് ഇവിടെ പറയുകയാണ്. സമശിക്ഷാവധിയിൽ ആണ്, അതായത് ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ എന്ന് പറയുമ്പോൾ കാൽവറി ക്രൂശ് എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ
നിസ്തുല സ്നേഹത്തിൻ്റെ പ്രദർശനശാലയാണ് കാൽവറി ക്രൂശ് എന്ന് നാം ഒന്നാമതായി പഠിച്ചപ്പോൾ റോമാലേഖനം 5:8 പറയുന്നത്. അതുപോലെ രണ്ടാമതായിട്ട് കാണുന്നത് കാൽവറിയിലെ ക്രൂശ് എന്ന് പറയുന്നത് ദൈവഭയം ഉളവാക്കി കൊടുക്കുന്ന ഇടമാണ്. ഈ ഒരു കോർട്ടിലും സത്യം പറഞ്ഞിട്ടല്ല ഈ കള്ളൻ ക്രൂശിക്കപ്പെടുന്നത്. രണ്ടുപേരും, ഒരു കള്ളനും സത്യം പറഞ്ഞിട്ട് ക്രൂശിക്കപ്പെട്ട ചരിത്രം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ ഇവിടെ പറയുന്നു, അവൻ ദൈവഭയം ഉളവാക്കി കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. സമശിക്ഷാവിധിയിലായിട്ടും നാം ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നമ്മൾ ഒരുപോലും ചോര വാർന്ന് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവൻ ഇനി തിരിച്ചു കിട്ടുകയില്ല, പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ അടുത്ത മധ്യത്തിലുള്ളവനുണ്ടല്ലോ, അവൻ ദൈവമാണ്. പ്രിയ സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, പ്രിയ വിശ്വാസ സമൂഹമേ, എനിക്ക് പറയുവാനായിട്ടുള്ളത്, അവൻ്റെ വേദനയുടെ മധ്യത്തിൽ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. നാം മുമ്പോട്ട് പോകുമ്പോൾ അത് കാണുകയാണ് ഇവിടെ ചെയ്യുന്നത്. അവൻ്റെ വേദനയുടെ സമയത്തും ഈ കള്ളനെ അനുഗ്രഹിക്കുന്ന ഒരു യേശുവിനെ, കർത്താവിനെ നമുക്കവിടെ കാണുവാൻ സാധിക്കും. ഏത് വേദനയുടെയും മധ്യത്തിലും എനിക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ മതിയായവനാണ് കർത്താവ്. ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ്. നാം സമശിക്ഷാവധിയിലാണ്, ഇവൻ ദൈവമാണ് എന്നുള്ളത് അറിയുന്നത്. വേദനകളുടെ സമയത്തും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമയത്തും ദൈവത്തെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും ദൈവവഴിയിൽ കൂടുതൽ ജീവിക്കുവാനും നമുക്ക് സാധിക്കുമെന്ന് ഈ ഭാഗം നമ്മെ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്, ആ കള്ളനിൽ വരുന്നതായ മാറ്റം. 128 സങ്കീർത്തനം അതിൻ്റെ 1 വാക്യം പറയുന്നു, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. 112 സങ്കീർത്തനത്തിൻ്റെയും 1 വാക്യം ഇപ്രകാരമാണ്, യഹോവയെ ഭയപ്പെട്ട അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. രണ്ടും ഭാഗ്യാവസ്ഥയാണ്. യഹോവയെ ഭയപ്പെടുക എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. യഹോവയെ ഭയപ്പെടുക. അതുകൊണ്ടാണ് കള്ളൻ പറയുന്നത്, സഹോദര, നാം സമശിക്ഷാവധിയിലായിട്ടും നീ എന്തുകൊണ്ട് ദൈവത്തെ ഭയപ്പെടുന്നില്ല? കാൽവറി ക്രൂന്നിൽ ഉയർന്ന നടുവിലുള്ള ക്രൂശ് ഏത് പാപിയെയും മാനസാന്തരപ്പെടുത്തുന്നതാണ്, അല്ലെങ്കിൽ ദൈവഭയം ഉളവാക്കി കൊടുക്കുന്നതാണ്. ഇന്നത്തെ തലമുറയിൽ എന്തുകൊണ്ട് സമൂഹം നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് നോക്കുമ്പോൾ ദൈവഭയം ഇല്ല എന്നുള്ളതാണ്. ദാനിയേൽ പ്രവചനം 4-ാം അധ്യായത്തിൽ നാം ഒരു വ്യക്തിയെ കാണുകയാണ്. നെബൂഖദ്നേസറിനെയാണ് കാണുന്നത്. അദ്ദേഹം അതിൻ്റെ 4-ന്റെ 30-ാം വാക്യത്തിലാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മഹദിയാം ബാബിലോണെക്കുറിച്ച് പറയുകയാണത്. ഇവിടെ ഇത് ഞാൻ എൻ്റെ ധനമാഹാത്മ്യത്താൽ എൻ്റെ പ്രതാപ മഹത്വത്തിനായിട്ട് രാജധാനിയായി പണിതുയർത്തിയ മഹദിയാം ബാബിലോൺ അല്ലയോ എന്ന് പറഞ്ഞ് അഹങ്കരിക്കുകയാണ്. എന്നാൽ 4-ാം അധ്യായം 31-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ഈ വാക്ക് രാജാവിൻ്റെ വായിലിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്നും ഒരു ശബ്ദമുണ്ടായി, നെബൂഖദ്നേസർ രാജാവേ, നിന്നോടിത് കൽപ്പിക്കുന്നു, രാജത്വം നിന്നെ വിട്ട് നീങ്ങിയിരിക്കുന്നു. വീണ്ടും 32-ാം വാക്യത്തിൽ ദൈവം പറയുകയാണ്, നിന്നെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും, നിന്റെ പാർപ്പ് കാട്ടിലെ മൃഗങ്ങളോടുകൂടെ ആയിരിക്കും. ഇത് തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, പുല്ല് തിന്നുന്ന കാളയോട് സദൃശനാക്കി തീർക്കുകയാണ്. എന്നാൽ മറ്റൊരു രാജാവിനെ നമുക്കറിയാം, ദാവീദ് രാജാവിനെ. ആടിനെ നോക്കുന്ന വേലയിൽ നിന്നും വിടുവിച്ച് ഇസ്രായേലിൻ്റെ പൊൻചെങ്കോൽ പിടിക്കുവാൻ തക്കവണ്ണം ദൈവവനെ അധിപതിയാക്കി തീർക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. മൂന്നാമതായിട്ട് എന്തുകൊണ്ടാണ് പൗലോസ്ലീഹായി ക്രൂശിനെ കുറിച്ച് പ്രശംസിക്കുവാൻ കാരണമെന്ന് ചോദിച്ചാൽ, എല്ലാം വിട്ട് പ്രശംസിക്കുവാൻ കാരണമെന്ന് ചോദിച്ചാൽ, അവിടെ പറയും, നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു, നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. അതായത് പാപബോധം ഉളവാക്കി കൊടുക്കുന്നതാണ് കാൽവറിയിലെ ക്രൂശ്. പാപബോധം ഉളവാക്കി കൊടുക്കുന്നു. ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. അവൻ ഏതെങ്കിലും ഒരു പള്ളിയിൽ അംഗമായിരുന്നോ എന്നോ, അവൻ ഏതെങ്കിലും പ്രാർത്ഥനാക്കൂട്ടത്തിൽ അംഗമായിരുന്നോ എന്നോ ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അവൻ്റെ പേരും നമുക്ക് അറിഞ്ഞുകൂടാ കള്ളനെക്കുറിച്ച്. എന്നാൽ പറയുന്നു, അവന് പാപബോധം ഉളവാകുകയാണ്. അവൻ പറയുകയാണ്, നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. ഒരു കള്ളന് ഒരു കോട്ടിലും സത്യം പറയുകയില്ല. എന്നാൽ ഇവനുണ്ടല്ലോ, യേശുവുണ്ടല്ലോ, അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. യേശുവിനെക്കുറിച്ച് സാക്ഷ്യം പറയുകയാണ് അവിടെ ചെയ്യുന്നത്. യേശു ആരാണ് എൻ്റെയും നമ്മുടെയും ജീവിതത്തിൽ? നാം അന്യായം പ്രവർത്തിക്കുമ്പോൾ നമ്മെ നോക്കുന്ന കണ്ണുകൾ അത് യേശുവിൻ്റെ കണ്ണുകളാണ്. നമ്മെ മാനസാന്തരപ്പെടുത്തുവാൻ പര്യാപ്തമാണ് യേശുവിൻ്റെ കണ്ണുകൾ. പാപബോധം ഉളവാക്കി കൊടുക്കുന്ന ഇടമാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ ഉള്ള വഴി ഉപദേശിച്ചു തരികയാണ് ചെയ്യുന്നത്. പാപബോധം ഉളവാക്കുന്ന ഒരനുഭവത്തിലേക്ക് നടത്തുന്നതാണ് കാൽവറിയിലെ ക്രൂശ്.
കൊടും ക്രൂര കുറ്റവാളിയായിരിക്കുന്ന ഈ മനുഷ്യൻ ദൈവസന്നിധിയിൽ അടുക്കുകയാണ്. വീണ്ടും നാലാമത്തേതും ഒടുവിലത്തേതുമായ കാര്യം, എന്തുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഈ ക്രൂശിൽ പ്രശംസിക്കുന്നതെന്നുള്ള ആ കാര്യം ഇവിടെ പറയുന്നത്, യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിൽ ഇരിക്കുമെന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു. ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും. ആ കള്ളനോട് പറയുകയാണ്. എപ്പോഴാണ് പറയുന്നത്? യേശുവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഒന്ന് ഓർത്തുകൊള്ളണമേ എന്നുള്ളത്. ഒരു പൂ ചോദിച്ചു, ഒരു ഉദ്യാനം ദാനമായി നൽകി എന്ന് പറയുന്ന ഒരു അനുഭവമാണ് ഇന്നോട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അദ്ദേഹത്തിനറിയാം ഒരു യോഗ്യതയുമില്ല എന്ന് ഈ കള്ളനറിയാം. എന്നാൽ പറയുന്നു, എന്നെ ഒന്ന് ഓർത്താൽ മതി. അവനിൽ പരിപൂർണമായി വിശ്വസിക്കുകയാണ്. യേശുവിൻ്റെ നന്മകൾ അനുഭവിക്കുകയാണ്. വേദന കടിച്ചമർത്തുകയാണ്. ചോര വാർന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തും, യേശുവിൻ്റെയും വേദനയുടെ സമയത്തും മറ്റുള്ളവരെ ആശീർവദിക്കുന്ന യേശു അവനെ മനസ്സിലാക്കുവാനും ആശീർവദിക്കുവാനും മതിയാവനെന്നുള്ള ഉത്ബോധത്തിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിൽ വളരെ ബലത്തോടുകൂടെ പറയുകയാണ്, യേശുവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഒന്ന് ഓർത്തുകൊള്ളണമേ. അദ്ദേഹം യേശു പറയുകയാണ്, ഇന്ന് ഈ നിമിഷം തന്നെ നീ എന്നോടുകൂടെ പർദീസയിൽ ഇരിക്കും. നമ്മുടെ ഭാഗ്യസ്മരണീയനായ ഫിലിപ്പോസ് മാർക്കുസ് വലിയ മെത്രാപ്പൊലീത്ത തിരുമേനി അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെയും അവസാനിപ്പിക്കുമ്പോൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. യേശു കർത്താവ് 33.5 വയസ്സ് വരെ ഇവിടെ ജീവിച്ചു. 3.5 വർഷം തൻ്റെ പരസ്യ ശുശ്രൂഷകൾ നിർവഹിച്ചു. അനേക അത്ഭുതങ്ങൾ ചെയ്തു. മരിച്ചവരെ ഉയർപ്പിച്ചു. എന്നാൽ തിരിച്ചു പോകുമ്പോൾ ആരെയാണ് കൂടെ കൊണ്ടുപോയത്? ഒരു ചോദ്യചിഹ്നമായി അദ്ദേഹം ഇട്ടിട്ട് പോവുകയാണ്. ഓഡിയൻസായിരിക്കുന്ന വിശ്വാസ സമൂഹമാണ് ഉത്തരം പറയേണ്ടത്. അവർ പല പേരുകളൊക്കെയും പറയും. എന്നാൽ പറയുന്നു, തിരഞ്ഞെടുത്തതിനോടുകൂടെ ഇരിക്കുവാൻ തിരഞ്ഞെടുത്ത, ശുശ്രൂഷ ചെയ്യുവാൻ തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരിൽ ഒരുവനെയും അല്ല കർത്താവ് കൂട്ടിക്കൊണ്ടുപോയത് ലോകത്തിലെ പാപിയായ ഒരു മനുഷ്യനെയാണ്. അതാരെയാണ്? ഈ പശ്ചാത്തപിക്കപ്പെട്ട, അല്ലെങ്കിൽ പാപമേറ്റു പറഞ്ഞ, അല്ലെങ്കിൽ പർദീസയിലിരിക്കും എന്ന് യേശുവിനാൽ വാക്ക് കൊടുക്കപ്പെട്ട ആ വ്യക്തിയെയാണ് കൊണ്ടുപോയത്. അതുകൊണ്ട് അദ്ദേഹം വീണ്ടും പറയുന്നത് ഇതാണ്. അദ്ദേഹം പറയുന്നത്, ഏത് പാപിയെയും സ്വീകരിക്കുവാൻ മതിയായവനാണ് എൻ്റെ കർത്താവ്. ഏത് പാപിയെയും, കൊടും ക്രൂര കുറ്റവാളിയെയും സ്വീകരിക്കുവാനും ശുദ്ധീകരിക്കുവാനും ശക്തീകരിക്കുവാനും മതിയായവനാണ് എൻ്റെ കർത്താവ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ 3-4 കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ഒന്നാമതായിട്ട് പറയട്ടെ, എന്തുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, വ്യക്തിപരമായ അനുഭവം പറയുന്നത്, എനിക്ക് ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത് എന്നുള്ളത്. വളരെ വിദ്യാഭ്യാസവും സമ്പത്തും സമൃദ്ധിയും എല്ലാമുള്ള വ്യക്തിയാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ യോഗ്യതകളെക്കുറിച്ച് നാം ചിന്തിച്ചു. അതിലേറെ യോഗ്യതകളുണ്ട്. എന്നാൽ ചുരുക്കം ചില കാര്യങ്ങൾ അവിടെ എഴുതിയിരിക്കുകയാണ്. ഒന്നാമതായിട്ട് പറയുന്നു, കാൽവറി ക്രൂശ് കാരണം പറയുകയാണ്, യേശു ഞാൻ സമശിക്ഷാവിധിയിലായപ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഒന്നുമല്ലാത്തവനായി ജീവിച്ചപ്പോഴും ദൈവം എന്നെ അറിഞ്ഞു. സ്നേഹത്തിൻ്റെ പ്രദർശനശാലയാണ് കാൽവറിയിലെ ക്രൂശ്. രണ്ടാമത് നാം കണ്ടത്, ദൈവഭയം ഉളവാക്കി കൊടുക്കുന്ന സ്ഥലമാണ് കാൽവറിയിലെ ക്രൂശ്. മൂന്നാമത് നാം ധ്യാനിച്ചത്, പാപബോധം ഉളവാക്കി കൊടുക്കുന്നതാണ് കാൽവറിയിലെ ക്രൂശ്. നാലാമതായിട്ട്, ഭാവി ഭൗതിക വർത്തമാനകാല പ്രത്യാശ നൽകുന്നതാണ് കാൽവറിയിലെ ക്രൂശ്. പ്രിയ ദൈവമക്കളെ, അതിൻ്റെ അന്ത്യത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അനിഷ്ട സംഭവങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. ഇവിടെ നാം കേട്ട തിരുവചനം നമുക്കേറെ അനുഗ്രഹകരമായി തീരുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കേൾക്കുന്ന ദൈവം, യാചന നൽകുന്ന ദൈവം, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, യാചന നൽകുന്ന ദൈവം, കൂടെയുണ്ട്, ചാരയുണ്ട്,
നാഥൻ കൂടെയുണ്ട്, ചാരയുണ്ട്. കാണാതിരിക്കുമോ നിൻ കണ്ണുനീർ, കേൾക്കാതിരിക്കുമോ നിൻ യാചന? കൂടെയുണ്ട്, ചാരയുണ്ട്, നാഥൻ കൂടെയുണ്ട്, ചാരയുണ്ട്. മരുഭൂമിയിൽ ഞാൻ ഏകനായി തളർന്നിടിലും, ഈ ലോകമെന്നെ ഏകനായി തള്ളിയിടിലും. മരുഭൂമിയിൽ ഞാൻ ഏകനായി തളർന്നിടിലും, ഈ ലോകമെന്നെ ഏകനായി തള്ളിയിടിലും. വീഴാതെ തളരാതെ താങ്ങുന്നവൻ, വീഴാതെ തളരാതെ താങ്ങുന്നവൻ. കൂടെയുണ്ട്, ചാരയുണ്ട്, നാഥൻ കൂടെയുണ്ട്, ചാരയുണ്ട്. കാണാതിരിക്കുമോ നിൻ കണ്ണുനീർ, കേൾക്കാതിരിക്കുമോ നിൻ യാചന? കൂടെയുണ്ട്, ചാരയുണ്ട്, നാഥൻ കൂടെയുണ്ട്, ചാരയുണ്ട്. രോഗങ്ങളാൽ ഞാൻ ക്ഷീണിതനായിടുമ്പോൾ, മരണത്തിൻ ഭീതിയിൽ ഞാനേറ്റം തകർന്നിടുമ്പോൾ, രോഗങ്ങളാൽ ഞാൻ ക്ഷീണിതനായിടുമ്പോൾ, മരണത്തിൻ ഭീതിയിൽ ഞാനേറ്റം തകർന്നിടുമ്പോൾ, ഭയമേതും വേണ്ടിനി എൻ മകനേ, ഭയമേതും വേണ്ടിനി എൻ മകനേ. കൂടെയുണ്ട്, ചാരയുണ്ട്, നാഥൻ കൂടെയുണ്ട്, ചാരയുണ്ട്. കാണാതിരിക്കുമോ നിൻ കണ്ണുനീർ, കേൾക്കാതിരിക്കുമോ നിൻ യാചന? കൂടെയുണ്ട്, ചാരയുണ്ട്, നാഥൻ കൂടെയുണ്ട്, ചാരയുണ്ട്. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, യാചന നൽകുന്ന ദൈവം. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, യാചന നൽകുന്ന ദൈവം.